നമസ്കാരം. കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലായുടെ ഹൃദയഭാഗത്ത് മീനച്ചിലാറിൻ്റെ തീരത്താണ്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് കാണാം. ഇപ്പം വെള്ളത്തിൻ്റെ ഗതി സ്വാഭാവികമായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. നിയന്ത്രണവിധേയമാണ് എന്ന് പ്രത്യാശിക്കാം. എന്നിരുന്നാലും നമുക്ക് വാട്ടർ ലെവൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. റെഡ് ലൈനിൽ തന്നെയാണ്. ഇന്നലത്തെ അപേക്ഷിച്ച് 3 അടിയോളം വെള്ളം താന്നിട്ടുണ്ട്. അപ്പം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിടത്തൊക്കെ വെള്ളം ഇറങ്ങുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാലും ഇന്നത്തെ കാലാവസ്ഥ പ്രവചിച്ചിരിക്കുന്നത് 3 ജില്ലകളിൽ ശക്തമായ ഇടിയോടുകൂടി കാറ്റും മഴയും ഉണ്ടാകും തന്നെയാണ്. അതിൽ കോട്ടയവുമുണ്ട്. പാലാ മുനിസിപ്പൽ നഗര സഭയുടെ കാര്യാലയത്തിന് മുൻപിലാണ് ഇപ്പോൾ. നിങ്ങൾ ഈ ദൃശ്യത്തിലൊക്കെ നിങ്ങൾക്ക് കാണാം. ആ ഭിത്തിയിൽ നനഞ്ഞിരിക്കുന്ന താഴോട്ട് വന്നിരിക്കുന്നത് ആ നനഞ്ഞൊരു മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വെള്ളം താഴ്ന്നതാണ്. അപ്പം ഇന്നലത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെയധികം വെള്ളം താഴോട്ട് താഴ്ന്നിട്ടുണ്ട്. ഇന്നലെ ഈ പാലമൊക്കെ, ഈ പുഴക്കര പാലമൊക്കെ മുട്ടി വെള്ളം അതിനോട് ചേർന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ അതിൽ ഇന്നിപ്പം മഴയും ഏകദേശം കൺട്രോളാണ് എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ രാവിലെ 8:30 എടുത്ത ദൃശ്യമായിരുന്നത്. പക്ഷെ അതിനുശേഷം വൈകുന്നേരം 6:30 ആയപ്പം ഇത്രയും വെള്ളം കയറിയിടത്താണ് ഇന്ന് പ്രത്യാശയ്ക്ക് വക നൽകി ഏകദേശം 3 അടി വെള്ളം താഴ്ന്നിരിക്കുന്നത്. കേരള ഹോട്ടൽ ന്യൂസിന് വേണ്ടി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബിപിൻ തോമസ്. താങ്ക് യു. നമസ്കാരം. കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലായുടെ ഹൃദയഭാഗത്ത് മീനച്ചിലാറിൻ്റെ തീരത്താണ്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് കാണാം. ഇപ്പം വെള്ളത്തിൻ്റെ ഗതി സ്വാഭാവികമായിട്ട്